ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഒറ്റപ്പെടലാണെന്നാണ്. യെസ്. അങ്ങനെ ഉള്ളവർക്ക് എന്താ നമുക്കൊരു മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുന്നത്? ഇപ്പൊ ഈ ഒരു ലോൺലെസ് നിന്ന് പിന്മാറി മാറാനായിട്ട് നമ്മളെ തന്നെ നമ്മളങ്ങ് സ്നേഹിക്കാം. അത് സ്നേഹിക്കാൻ പറ്റും. സെൽഫ് ലവ്. യെസ്, ഓഫ് കോഴ്സ്. സെൽഫ് ലവ് നമ്മളെ തന്നെ നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുക. അപ്പം ഞാൻ ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കാം, എന്താണ് സെൽഫ് ലവ്? അതിൻ്റെ ഒരു ട്രൂത്ത് സൈഡ് അതെന്താണ്? നമ്മളെപ്പോഴെങ്കിലും നമ്മളോട് താങ്ക്സ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മൾ എഴുന്നേറ്റിട്ട് ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും കാണുമ്പോൾ ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നു, ഗുഡ് ആഫ്റ്റർനൂൺ, താങ്ക് യു, യു ആർ വെൽക്കം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ നേരം വരെ എഴുന്നേൽക്കുമ്പോൾ കണ്ണ് തുറന്ന് ഇരുന്ന് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ബ്ലൈൻഡ്സ് ആയിട്ടില്ല. കണ്ണ് ഐ ലവ് യു, നീ ഇപ്പോഴും എനിക്ക് വിസിബിലിറ്റി തന്നു. അയ്യോ എൻ്റെ കാല് ഇപ്പോഴും ചലിക്കുന്നുണ്ട്. കാലേ, ഓ നീ എത്ര സ്മാർട്ടായിട്ട് എന്നെ നടത്തിക്കുന്നു, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. നാവേ, നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? അവിടെ നിന്ന് തുടങ്ങണം സെൽഫ് ലവ്. ഞാൻ ചിലപ്പോൾ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ താങ്ക്സ് അല്ല, ഞാൻ രാവിലെ നടക്കുമ്പോൾ ഞാൻ എൻ്റെ ആരോഗ്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഭയങ്കര ഫോട്ടോ ക്രീസാണ്. എൻ്റെ റൂമിനകത്ത് കയറിയ നിറച്ച് ഫോട്ടോസ് ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല, എൻ്റെ ഈ സ്വഭാവം അറിഞ്ഞിട്ട് പലരും എനിക്കത് തന്നെ ഗിഫ്റ്റും തരുന്നത്. അപ്പം എന്നോട് എന്നെക്കുറിച്ച് എന്നെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, എനിക്ക് ഒരു 25 വർഷം മുന്നേ എനിക്ക് ആരും ഇല്ലായിരുന്നു. ഞാൻ 19ാമത്തെ വയസ്സിൽ ജോലിക്ക് ഇറങ്ങിയ പെണ്ണ, 19ാമത്തെ വയസ്സിൽ കുടുംബം പറ്റിയ പെണ്ണ, 19ാമത്തെ വയസ്സിൽ ഞാൻ ചെന്നൈ നഗരത്തിൽ ഒറ്റപ്പെട്ടു പോയ പെണ്ണ. ഒരു ഹോസ്പിറ്റലിൽ ഒരു അന്തിമയങ്ങിയ സമയത്ത് വൈകുന്നേരം 6 മണിക്ക് അവിടുത്തെ ജോലി വേണ്ട എന്നും പറഞ്ഞ് കെട്ടും കിടക്കിയെടുത്ത് ചെന്നൈയിൽ മന്ദവേൽ റോഡിൽ കൂടെ ഒറ്റയ്ക്ക് നടന്ന പെണ്ണ. അന്ന് എനിക്ക് തോന്നുന്നു 19 വയസ്സ് 20 വയസ്സാവുന്നേ ഉള്ളൂ. ആരുമില്ല, ഭാഷ അറിയില്ല, ഒന്നും അറിയില്ല, എങ്ങോട്ട് കയറി ചെല്ലണമെന്ന് അറിയാത്തൊരു സമയമുണ്ട്. അപ്പോഴും എനിക്ക് പറയാം, എന്നെ എന്നാലും ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, എൻ്റെ അപ്പൻ മനസ്സിലാക്കുന്നില്ലല്ലോ, അമ്മ മനസ്സിലാക്കുന്നില്ലല്ലോ, ഞാനിനിയിപ്പോൾ എന്താ ചെയ്യുക, ഞാൻ വീട്ടിൽ തന്നെ തിരിച്ചു പോകാം, എന്നെ ആർക്കും വേണ്ട, ഇനി ഇങ്ങനെയൊക്കെ എനിക്കും ചിന്തിക്കാം. പക്ഷേ അവിടെ നമ്മൾ പാലിക്കേണ്ടത്, നമ്മളുണ്ട്, കഴിവുണ്ട്, സംസാരിക്കാൻ പറ്റും, നമുക്ക് ബുദ്ധിയുണ്ട്, എപ്പോഴും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ചിന്തിക്കരുത്. ഞാൻ പതുക്കെ നടന്ന് കുറേ പോയപ്പോൾ ഒരു 8 നില ഹോസ്പിറ്റൽ കണ്ടു, ചെന്നൈ കാളിയപ്പ ഹോസ്പിറ്റൽ. അവിടേക്ക് ഞാൻ ആന്തരികമായിട്ട് കയറി ചെല്ലുക. എനിക്ക് എവിടോട്ട് പോകണമെന്നറിയില്ല, എങ്ങനെ പോകണമെന്നറിയില്ല, ഒരു പെട്ടി മാത്രമുണ്ട്. ചെന്നിട്ട് ഞാൻ റിസപ്ഷനിൽ പോയി പറഞ്ഞു, എനിക്ക് ഇവിടുത്തെ നേഴ്സിംഗ് സൂപ്രണ്ടിനെ പാക്കണം. തമിഴറിയില്ല, ഈ ഒരു ലാംഗ്വേജിലാണ് പറഞ്ഞത്. നേഴ്സിംഗ് സൂപ്രണ്ടിനെ കാണിച്ചു. ഞാൻ മലയാളി ആയതുകൊണ്ടും അവിടെ മലയാളീസ് നഴ്സസിനെ എടുക്കുന്നത് കൊണ്ടും അവരെന്നെ ഇൻ്റർവ്യൂ ചെയ്തു, എന്നെ ഇഷ്ടപ്പെട്ടു, എന്നെ എടുത്തു. ഒരു പിടുത്തവും ഇല്ല. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ തന്നെ നമുക്കുള്ളൂ. ചില പ്രത്യേക സിറ്റുവേഷൻ നമ്മൾ കരഞ്ഞ് നിലവിളിച്ച് പോവുകയല്ല വേണ്ടത്. ചിലപ്പോൾ ആരും ഉണ്ടാവില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നവരായിരിക്കില്ല നമ്മുടെ കൂടെ നിൽക്കുന്നവർ, ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ഭർത്താവിനെ പ്രതീക്ഷിക്കും, ഭാര്യനെ പ്രതീക്ഷിക്കും, മക്കളെ പ്രതീക്ഷിക്കും. അവർ വന്ന് ആശ്വസിപ്പിക്കും, സാരിയില്ലടി, ഓക്കെ പറയും, നിനക്ക് ഞാനുണ്ടടി എന്ന് പറയും, അല്ലെങ്കിൽ നിനക്കൊക്കെ ശരിയാവും എന്നൊക്കെ പറയുന്നവരുണ്ടാവുമെന്ന് വിചാരിക്കും. പക്ഷെ ആരും ഉണ്ടാവില്ല, ആരും. നമ്മുടെ ഭർത്താവ് പോലും ഉണ്ടാവില്ല. ചില പ്രത്യേക സിറ്റുവേഷനിൽ അവിടെ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് വേണ്ടത് നമ്മളെ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ തന്നെ ധൈര്യത്തോട് വരിക എന്നുള്ളതാണ്. എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ, ദർ ഈസ് നോ അതർ ഓപ്ഷൻ. ആരും ഉണ്ടാവില്ല. അപ്പോൾ ദൈവവുമായിട്ടൊരു ബന്ധം വേണം. അവിടെ ഞാനതാ പറയുന്നത്, നമുക്ക് ആരുമില്ല എങ്കിലും ഞാനും ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടെങ്കിൽ അതൊരു വലിയൊരു എനർജിയാണ്. അവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ വാല്യൂ മനസ്സിലാവുന്നത്. അപ്പോൾ ദൈവം നയിച്ചോളും. ഞാൻ 8 നില ഹോസ്പിറ്റലിൽ തന്നെ കയറിപ്പോയി. അവിടെ ദൈവവുമായിട്ട് ബന്ധമുള്ള ദൈവം കറക്റ്റായിട്ട് എന്നെ അങ്ങോട്ട് എത്തിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മളേ ഉള്ളൂ. നമുക്ക് ധൈര്യം ചോർത്തിക്കളയരുത്, ഒരിക്കലും ധൈര്യം ചോർത്തിക്കളയരുത്. ഒത്തിരി പ്രശ്നം ഉണ്ടാവും, നമ്മൾ ഒറ്റപ്പെട്ടെന്ന് വരും, ആത്മഹത്യ ചെയ്യുന്ന സിറ്റുവേഷൻസ് വരും, എന്തു വന്നാലും ധൈര്യം ചോർത്തിക്കളയരുത്. ലാസ്റ്റ് നിമിഷം വരെ ധൈര്യത്തോടു കൂടി ഇരുന്നാൽ ഒരു പുതിയൊരു ഓപ്പണിംഗ് ഉണ്ടാവും.